നമസ്കാരം. സിറിയയിൽ അരനൂറ്റാണ്ടോളം ഏകാധിപത്യ ഭരണം കൈയാളിയിരുന്ന അസദ് വംശത്തിന്റെ പതനത്തോടെ ആ രാജ്യത്തുണ്ടായ മാറ്റങ്ങളാണ് ഇപ്പോൾ ലോകത്തെ ചർച്ചാ വിഷയമായി മാറുന്നത്. ഭരണത്തിൽ നിന്ന് ബാഷർ അൽ അസദിനെ താഴെയിറക്കി ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന വിമത ഇസ്ലാമിസ്റ്റുകളുടെ ആധിപത്യമുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ഭരണം പിടിച്ചെടുത്തതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ കാഴ്ചയ്ക്കും ലോകം സാക്ഷിയാകേണ്ടി വന്നു. അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഈ വിമത സംഘടനയുമായി അമേരിക്ക നേരിട്ട് ബന്ധം പുലർത്തുന്നുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ശനിയാഴ്ച ജോർദാനിലെ അക്കാബയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ബ്ലിങ്കൻ HTSുമായുള്ള ബന്ധങ്ങൾ പരസ്യമായി അംഗീകരിച്ചു. നിലവിൽ ഡെമസ്കസിൽ അധികാരത്തിലുള്ള ഗ്രൂപ്പുമായി അമേരിക്ക ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതെ, ഞങ്ങൾ HTSുമായും മറ്റു പാർട്ടികളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കന്റെ മറുപടി എല്ലാവരെയും സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ന്യൂനപക്ഷങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള എല്ലാ സിറിയക്കാരുടെയും അവകാശങ്ങൾ മാനിക്കപ്പെടുന്ന പുതിയ അധികാരികളാണ് HTS സംഘടനയെന്നും അവർ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന പ്രാതിനിധ്യമുള്ള ഒരു ഗവൺമെന്റ് സൃഷ്ടിക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നതായും ബ്ലിങ്കൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. സിറിയയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാരിന്റെ ആവശ്യകതയെക്കുറിച്ച് അറബ്, പാശ്ചാത്യ, തുർക്കി നയതന്ത്രജ്ഞർ ജോർദാനിൽ ശനിയാഴ്ച നടത്തിയ ചർച്ചയിൽ സമ്മതിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. അമേരിക്കയുടെ ഈ മനംമാറ്റമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നത്. സിറിയയിലെ അൽ-ഖ്വയ്ദയുടെ ഒരു ശാഖയായ അൽ നുസ്ര ഫ്രണ്ട് ഉൾപ്പെടെ നിരവധി ജിഹാദി ഗ്രൂപ്പുകളുടെ ലയനമായാണ് HTS സ്ഥാപിതമായത്. അബു മുഹമ്മദ് അൽ ജൊലാനി എന്നറിയപ്പെടുന്ന HTS മേധാവി അഹമ്മദ് അൽ ഷാറയാണ് മുമ്പ് അൽ നുസ്ര സംഘടനയെ നയിച്ചത്. അൽ ജൊലാനിയെ പിടികൂടുന്നതിനുള്ള സഹായത്തിന് $10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിക്കുകയും HTSനെ ഒരു തീവ്രവാദ സംഘടനയെ പട്ടികയിൽപ്പെടുത്തുകയും ചെയ്ത അമേരിക്കയാണ് ഇപ്പോൾ ജൊലാനിയെയും സംഘത്തെയും വാനോളം പുകഴ്ത്തിയും ആശ്ലേഷിച്ചും രംഗത്തെത്തുന്നത്. അമേരിക്കയുടെ ഈ മനംമാറ്റം മിക്ക രാജ്യങ്ങളിലും ആശങ്കയുളവാക്കിയിട്ടുണ്ട്. അതിനുള്ള കാരണം ഭീകരവാദത്തിനെതിരെ ശക്തമായി നിലകൊണ്ട അമേരിക്കയാണ് ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയ്ക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ്. ലോകത്തിന്റെ ഉറക്കം കെടുത്തിയ 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് അൽ-ഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദൻ എന്ന കൊടും ഭീകരനായിരുന്നു. ഏകദേശം 3000-ഓളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇതോടെ അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ നീണ്ട 10 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ 2011 മെയ് 2 ഒസാമയെ പാകിസ്ഥാനിലെ ഒളിതാവളത്തിൽ കയറി അമേരിക്ക വധിക്കുകയും ചെയ്തു. ഈ അൽ-ഖ്വയ്ദ സംഘടനയുടെ ഒരു പോഷക സംഘടനയാണ് HTS. അതുകൊണ്ട് തന്നെ സിറിയയിൽ ജുലാനിയെയും സംഘത്തെയും അമേരിക്ക പിന്തുണച്ചാൽ അത് ഭാവിയിൽ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായേക്കുമെന്ന് ചില വിദേശ രാഷ്ട്രങ്ങളെങ്കിലും ഭയക്കുന്നുണ്ട്. തീവ്രവാദം എന്ന തന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അൽ ജുലാനി സിറിയയിൽ രംഗപ്രവേശം നടത്തിയിരിക്കുന്നത്. തീവ്ര ഇസ്ലാമിക് ആശയങ്ങളുള്ള HTS എന്ന ഗ്രൂപ്പിനെ കൂടുതൽ മിതവാദ ശക്തിയാക്കാനാണ് ഇപ്പോൾ ജുലാനി ശ്രമിക്കുന്നത്. ബാഷർ ഭരണകൂടത്തെ തകർത്ത HTS എന്ന സംഘടനയും നേതാക്കളും ക്രിസ്ത്യാനികളും കുർദുകളും ഉൾപ്പെടെയുള്ള സിറിയയിലെ വംശീയ മത ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ മൗനാനുവാദത്തോടെ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യാപക ആക്രമണത്തെക്കുറിച്ച് HTS നേതാവ് ജൊലാനി ഇതുവരെ പ്രതികരിക്കാത്തതും അമേരിക്കയും സംഘടനയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശനിയാഴ്ച രാത്രി ഡെമസ്കസ് ഉൾപ്പെടെ സിറിയയിലുടനീളം കൂടുതൽ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെക്ക് ദര സുവൈദ ഗവർണറേറ്റുകളിലെ സൈറ്റുകളും ലെബനീസ് അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഹെലമൗൺ പർവ്വത നിരകളുമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഡെമസ്കസിലെ മൗണ്ട് ഖാസിയോണിലെ തുരങ്കങ്ങളിലും ആയുധപ്പുരകളിലുമാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത്. അതേസമയം സിറിയയിൽ വീണ്ടും IS തീവ്രവാദികൾ തലപൊക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 6 സിവിലിയന്മാരെ ഇവർ കൊലപ്പെടുത്തിയതായാണ് വിവരം. അസദിനെ അട്ടിമറിച്ചതിനു ശേഷം സിറിയയിൽ 6 IS ആക്രമണങ്ങൾ നടന്നതായി വിവരമുണ്ട്. 18 സാധാരണക്കാരും 50-ലധികം സിറിയൻ സൈനികരെയുമാണ് ഇവർ കൊലപ്പെടുത്തിയത്.
അൽഖ്വയ്ദ ആശയങ്ങൾ വെച്ചുപുലർത്തുന്ന തീവ്ര ഇസ്ലാമിക നേതാവ് ജൊലാനിയെയും സംഘടനയെയും ബൈഡൻ ഭരണകൂടം പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും വൈറ്റ് ഹൌസിലേക്ക് വരാനിരിക്കുന്ന ട്രംപ് ഇതുവരെ പ്രതികരിക്കാത്തതാണ് ലോകരാഷ്ട്രങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നത്. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടാണ് ട്രംപ് തന്റെ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നത്. അതിനാൽ തന്നെ സിറിയയിലെ ഈ ഭരണമാറ്റം ട്രംപ് അംഗീകരിക്കുമോ അതോ ബൈഡന്റെ നയങ്ങൾ തുടരുമോ എന്ന് തന്നെ കണ്ട് അറിയേണ്ടതാണ്.